നമ്മൾ ഇതൊക്കെ എന്നോ കാൽക്കുലേറ്റ് ചെയ്തിരിക്കണേ. സംഭവം എന്താ വെച്ചാൽ വിജയ് 2 സ്ഥലത്ത് മത്സരിക്കുന്നുണ്ട്. 2 സ്ഥലത്തും നല്ല പൊന്നും വിജയം കിട്ടിയിട്ടുമുണ്ട്. അപ്പോൾ ഏതായാലും വിജയ് ഒരു സ്ഥലത്ത് രാജിവെക്കും. അവിടെ തൃശ്ശനെ കൊണ്ടുവരും, മത്സരിപ്പിക്കും. വീണ്ടും തൃശ്ശ അവിടെ വിജയിക്കും. അങ്ങനെ തൃശ്ശയ്ക്ക് ഒരു മന്ത്രി പദവി. തൃശ്ശ 10 വർഷം മുന്നേ പറഞ്ഞാണ് 10 വർഷത്തിൽ ഞാനൊരു മന്ത്രിയാകും, അവിടെ തന്നെ വരും. അങ്ങനെ തന്നെ ആകും. അതന്നെ കൊളയാണ്. വിജയ് നമ്മൾ വിചാരിച്ച സാധനം എന്നല്ല, അതൊക്കും മേലെ. ഏതായാലും തമിഴ്നാട് മൊത്തം തൂത്ത് വാരിക്കണം. തമിഴ്നാട്ടിലെ ജനങ്ങൾ നെട്ടിപ്പോയിക്കണം. എന്താ സംഭവിക്കുന്നത് കൊടുത്തല്ലേ, ഒരു 2-3 വർഷം കൊണ്ട് വേറെ ലെവല്. അപ്പോൾ ഒന്നും പറയാനില്ല. തൃശ്ശ ഒരു മന്ത്രിസ്ഥാനത്തേക്ക് വരാനുള്ള എല്ലാ ചാൻസും കാണുന്നുണ്ട്. വിജയിൻ്റെ 2 സ്ഥലങ്ങളിൽ ഒരു സ്ഥലം വിജയ് രാജിവെച്ച് പോകും, അവിടെ തൃശ്ശനെ കയറ്റും. അവിടെ തൃശ്ശ വിജയിക്കണേ, ഡയറക്റ്റായിട്ട് തൃശ്ശ ഒരു മന്ത്രി പദവിയിലേക്ക് പോവുകയും ചെയ്യും. ഇതൊക്കെ നമ്മൾ എന്നോ കാൽക്കുലേറ്റ് ചെയ്തിട്ടില്ലേ. ഏതായാലും വ്യത്യസ്തമായ കമൻറ്റുകൾ പോരട്ടെ. നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നില്ല, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം അത് കമൻറ്റിൽ രേഖപ്പെടുത്തി. ഏതായാലും തമിഴ്നാടിൻ്റെ ഒരു സ്റ്റൈലാണ്, സിനിമയിലേക്ക് കടന്നു വരിക, പിന്നെ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരിക. അതങ്ങനെയാണ് അവിടെ.